ദില്ലിയിൽ നിന്ന് സിബി ചേരുന്നു. സിബി, ദില്ലിയിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ എങ്ങനെയാണ്? പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കിയത്? ഷമ്മി, രാവിലെ 7:30 ദില്ലിയിലെ രാജ്യതലസ്ഥാനത്ത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവർണ്ണ പതാക ഉയർത്തിയത്. ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയം, അതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായും എങ്ങും അലയടിക്കുന്നത് മാതൃഭൂമിയുടെ വിജയഗീതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനം ആത്മാഭിമാനത്തിൻ്റെ ദിനം കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഭരണഘടനാ ശില്പികളെ ഓർത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് തുടക്കം. പിന്നീട് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂരിലെ ധീര ജവാന്മാർക്ക് സല്യൂട്ട് നൽകുന്നതായി അദ്ദേഹം അറിയിക്കുകയും പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമായിരുന്നെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയുടെ കരുത്ത് ലോകത്തിന് മാതൃകയായെന്നും ഈ സൈനിക ശക്തിയുടെ അടക്കം ലോകത്തിന് മുന്നിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായതായി ഈ ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായും അദ്ദേഹം പറയുകയും ചെയ്തു. കൂടാതെ ഈ പാകിസ്ഥാനെതിരെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഇവിടെ മതം ചോദിച്ചാണ് നിഷ്കളങ്കരായ നിരവധി ആളുകളെ പാക് സൈനികർ പാക് ഭീകരർ കൊന്നൊടുക്കിയത്. ഇവർക്ക് തക്കതായ മറുപടി രാജ്യം നൽകി. സിന്ധു നദീജല കരാർ ഇത് ഒരിക്കലും ഒരു കാരണവശാലും ഇതൊരു പുനരാലോചന ചെയ്യില്ല എന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ജലം അത് ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയുള്ളതാണ്. രക്തവും ജലവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതുകൂടാതെ ആണവ ഭീഷണി പാകിസ്ഥാൻ മുഴക്കിയിരുന്നു. എന്നാൽ ഈ ആണവ ഭീഷണി കാണിച്ച് രാജ്യത്തെ വിരട്ടേണ്ടായെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് രാജ്യത്തിൻ്റെ ഓരോ വികസനവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. രാജ്യത്തിൻ്റെ ആണവശേഷി 10 ഇരട്ടിയോളം വർദ്ധിച്ചു. ഏത് ഭീഷണിയും നേരിടാൻ രാജ്യം സജ്ജമാണ്. ഇന്ത്യൻ നിർമ്മിത ചിപ്പുകളും സെമി കണ്ടക്ടർ വിപ്ലവമെല്ലാം തന്നെയും ഇന്ത്യ സാധ്യമാക്കിയിരിക്കുന്നു. 2040 വികസിത ഇന്ത്യ എന്നൊരു സാക്ഷാത്കാരത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേരുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന മുദ്രാവാക്യം കൂടി ഉയർത്തിക്കൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഇനി വരും കാലം ഇന്ത്യയുടെ കാലമാണ്. സൈബർ സുരക്ഷ, AI മേഖലയെല്ലാം തന്നെയും ഇന്ത്യ സ്വയം പര്യാപ്തമായ രീതിയിൽ വളരെ മുന്നോട്ട് പോകുന്നു. തദ്ദേശീയമായ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു. ഇലക്ട്രിക് ബാറ്ററികൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാകും. അങ്ങനെ സാങ്കേതിക വിദ്യയിലെല്ലാം തന്നെയും ഇന്ത്യ വളരെയധികം മികച്ച പുരോഗതി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മറ്റൊന്ന്, ഈ സ്വന്തം കഴിവിലും വിഭവങ്ങളും വിശ്വസിക്കുക, അതായത് അമേരിക്കയുടെ ഈ അധിക തീരുവ ചുങ്കത്തിനെതിരെ പരോക്ഷമായ മറുപടി കൂടി നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിലുണ്ടായി. ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്വന്തം കഴിവിലും വിഭവങ്ങളും വിശ്വസിക്കണം. സ്വയം പര്യാപ്തത നേടണം. സമർത്ഥ ഭാരതമാണ് ഇനി വേണ്ടതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇനി മുന്നേറാനുള്ള സമയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ വികസന കാഴ്ചപ്പാടുകളും ഇന്ത്യയെ 2047 ഒരു വികസിത രാജ്യമായി തീരുന്നതിനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളും GSTയിൽ പുതിയ നിരക്ക് വരുന്നതോടെ അദ്ദേഹം ദീപാവലി സമാനമായി GST നിരക്ക് കുറയുകയോ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ സാധനങ്ങളുടെയും വില കുറയുന്ന അടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കർഷകർക്ക് വേണ്ടിയുള്ള നിരവധി കിസാൻ യോജന പദ്ധതിയും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഇത്തരത്തിൽ ഈ പാകിസ്ഥാനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടും ഇന്ത്യയുടെ വികസിത ഭാരതം അല്ലെങ്കിൽ നയഭാരതം എന്ന പ്രമേയത്തിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രസംഗമാണ് നരേന്ദ്രമോദി ഈ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശമായി അദ്ദേഹം ചെങ്കോട്ടയിൽ നടത്തിയത്. സിബിയാണ് ദില്ലിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വിശദാംശങ്ങൾ